നമസ്കാരം. എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാക് ജനത ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ അടുത്ത ദിവസങ്ങളിൽ തിരഞ്ഞത് എന്താണെന്നറിയാമോ? എന്താണ് സിന്ദൂർ? എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ? ഇംഗ്ലീഷിൽ എന്താണ് സിന്ദൂറിൻ്റെ അർത്ഥം? ഇതാണ് പാകിസ്ഥാനിലെ ജനത ഏറ്റവും കൂടുതൽ തിരഞ്ഞത്. അതും ഇസ്ലാമാബാദ്, പഞ്ചാബ്, സിന്ധ് എന്നിവയിൽ നിന്നുള്ളവർ. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണം, ഇന്ത്യ പാകിസ്ഥാനിൽ മിസൈൽ ആക്രമണം നടത്തി, ഇതൊക്കെ അവർ തിരഞ്ഞിട്ടുണ്ട്. എന്താണ് സിന്ദൂർ എന്നറിയാൻ അവർക്ക് അധിക ദൂരമൊന്നും പോകേണ്ട, പഹൽഗാം വരെ പോയാൽ മതി. 26 വനിതകളുടെ സിന്ദൂരം അഴിച്ചു വെച്ച ആക്രമണം നടത്തിയിട്ട് അതിൻ്റെ അർത്ഥം തിരയുന്നൊരു മണ്ടനായ ജനത. ഇപ്പോഴെന്താണ്? ഒരേ ഒരു വാക്ക് മാത്രം. ഈ ജനതയ്ക്ക് അറിയാവുന്നത് ഒരേ ഒരു വാക്ക് മാത്രമാണ്: യുദ്ധം, പിന്നെ കലാപം, പിന്നെ പട്ടിണിയും കടവും. ഇത് മാത്രമാണ് പാക് ജനതയ്ക്ക് അറിയാവുന്ന 3-4 വാക്കുകൾ. എന്താണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ പറയുന്നത്? ഞങ്ങളും തിരിച്ചടിക്കുമെന്ന്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രഖ്യാപനത്തിന് ആ നടപടിക്ക് ഒരു ടിറ്റ് ഫോർ ടാറ്റ്. പ്രഖ്യാപനത്തിന് പകരം പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. പക്ഷേ അടുത്ത പാക് നടപടി, അതിലാണ് കാര്യമിരിക്കുന്നത്. രാത്രി ഷഹബാസ് ഷെരീഫിൻ്റെ ആക്രോശം പാക് ജനതയോടായിരുന്നു. എന്നാൽ ഇന്ത്യയിലേക്ക് ഇനിയൊരു ആക്രമണം നടത്തിയാൽ പിന്നീടുള്ള തിരിച്ചടി അതിഭയാനകമായിരിക്കുമെന്ന മറുപടിയാണ് ഇന്ത്യ തിരികെ നൽകിയത്. പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളെ ഇതുവരെ ഇന്ത്യ തൊട്ടിരുന്നില്ല. റഫേൽ വിമാനങ്ങൾ ലക്ഷ്യം വെച്ചതൊക്കെ പാകിസ്ഥാൻ്റെ ഭീകര വളർത്തൽ കേന്ദ്രങ്ങളായിരുന്നു. ജനതയെ തൊട്ടിരുന്നില്ല. ഇനി ഇന്ത്യ തൊട്ട് കളിച്ചാൽ പാക് സൈനിക കേന്ദ്രങ്ങളെ ഉൾപ്പെടെ ആക്രമിക്കാൻ മടിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യ തൻ്റെ ഇടത്തോടെ തിരിച്ചു പറഞ്ഞിരിക്കുന്നത്. അതാരാണ്? മറ്റ് നയതന്ത്ര പ്രതിനിധികളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചേക്കാവുന്ന ആക്രമണങ്ങൾ നേടാൻ സജ്ജമായിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ. കര, നാവിക, വ്യോമസേനകൾ തങ്ങളുടെ പ്രതിരോധം ശക്തമാക്കി. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന വ്യോമാക്രമണം തടയാൻ വിവിധ തലങ്ങളിൽ വ്യോമ പ്രതിരോധ മേഖലയും പട്രോളിങ്ങും ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. നാവികസേന അറബിക്കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു കഴിഞ്ഞു. അവരും അതീവ ജാഗ്രതയിലാണ്. അതിർത്തിയിലെ കരസേന യൂണിറ്റുകളും ഏത് അടിയന്തര സാഹചര്യം നേടാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒരുക്കി കാത്തിരിക്കുന്നു. വ്യോമസേന യുദ്ധവിമാനങ്ങളും അതിർത്തിയിൽ വ്യോമ പട്രോളിംഗ് നടത്തുന്നു. കോപ്റ്ററുകൾ അതിർത്തി നിരീക്ഷണവുമായി സദാ ജാഗരൂകരാണ്. തിരിച്ചടിക്കാനായി പാകിസ്ഥാൻ ലാഹോറിൽ വൻ പടയൊരുക്കം നടത്തുന്നുവെന്നാണ് മറ്റ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ സൈനിക സാഹസികതയ്ക്ക് വേഗത്തിൽ മറുപടി നൽകുമെന്നാണ് പാക് ആർമി ചീഫ് ജനറൽ അസീം മുനീർ കഴിഞ്ഞ ദിവസം പുലമ്പിയത്. ഓപ്പറേഷൻ സിന്ദൂറിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് തങ്ങൾക്ക് തിരിച്ചടിക്കാതിരിക്കാൻ മറ്റ് പോംവഴിയില്ലെന്നാണ് പറയുന്നത്. പാക് സൈന്യത്തിന് രാഷ്ട്രീയ തീവ്രവാദ ഔട്ട്ഫിറ്റുകളിൽ നിന്നും കനത്ത സമ്മർദ്ദമുണ്ട് ഒന്ന് ഇന്ത്യക്ക് തിരിച്ചടി നൽകാൻ എന്നാണ് ഇപ്പോഴത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. പാക് സൈനിക വിമാനങ്ങൾ ആവേശം പൂണ്ട് പഞ്ചാബ് അതിർത്തി വരെ എത്തി തിരികെ വാലും മടക്കി പോയെന്നും ഒരു വാർത്തയുണ്ട്. ഇപ്പം ഇന്ത്യയുടെ ആണവായുധ ശേഖരം കൈകാര്യം ചെയ്യുന്ന ട്രൈ സർവീസസ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിനും അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 380 കിലോമീറ്റർ ദൂരപരിധിയിൽ തിരിച്ചടി നൽകാവുന്ന ബോംബറുകൾ, യുദ്ധവിമാനങ്ങളും മിസൈലുകളും കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനം, കരയിൽ നിന്നും ആകാശത്തേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ മിസൈലുകൾ വർഷിക്കും. ഇസ്രായേൽ നിർമ്മിത ബരാഖ് 8 മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനം, 70 കിലോമീറ്റർ പരിധിയുണ്ട്. പിന്നെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം, ഇസ്രായേൽ നിർമ്മിത ലോ ലെവൽ സ്പൈഡർ കിക്ക് റിയാക്ഷൻ ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ, വിമാനങ്ങളുടെ പേടി സ്വപ്നമാണത്. ഇവയൊക്കെയാണ് അതിർത്തി മേഖലയിൽ ഇന്ത്യ തലങ്ങും വിലങ്ങും വിന്യസിച്ചിരിക്കുന്നത്. ഇനി ഓപ്പറേഷൻ സിന്ദൂറിലേക്ക്. ഇന്ത്യൻ റഫേലുകളുടെ ഗർജനം പാക് സൈന്യത്തിൻ്റെ ചെവികളിൽ ഇപ്പോഴും മുഴങ്ങുകയാണ്. റഫേൽ സ്ക്വാഡ്രൻ്റെ ആദ്യ മേജർ ദൗത്യം വെറും 23 മിനിറ്റാണ് എടുത്തത്. ഹരിയാനയിലെ വ്യോമ കേന്ദ്രത്തിൽ നിന്നും ആദ്യം റഫേലുകളുടെ കൃത്യമായ കോർഡിനേഷനുകൾ, മിസൈലുകളെ അത് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് പതിക്കാൻ എത്തിക്കുകയും ചെയ്തു. ക്രൂയിസ് മിസൈലുകളും ഹാമർ പ്രിസിഷൻ മിസൈലുകളും കൃത്യമായി തന്നെ തങ്ങളുടെ ദൗത്യം നിറവേറ്റി. അങ്ങനെയാണ് രാത്രിയിൽ ജനതയെ അഭിസംബോധന ചെയ്യുകവേ ഇന്ത്യക്കെതിരെ പാക് പ്രധാനമന്ത്രി യുദ്ധഭീഷണി മുഴക്കിയതും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട പാക് ഭീകരരെ രക്തസാക്ഷികളെന്ന് വിശേഷിപ്പിച്ചത്. അതാണ് ഇന്ത്യ പലതവണയും ആവർത്തിക്കുന്നത്. ആ രാജ്യം ഇത്തരം ഭരണാധികാരികളുള്ളിടത്തോളം കാലം ഒരിക്കലും നന്നാകില്ലെന്നും.
ചിന്തിയ ഓരോ തുള്ളി ചോരയ്ക്കും പകരം വീട്ടുമെന്നും തുടരാക്രമണത്തിലുള്ള സമയവും സ്ഥലവും അത് നിർണ്ണയിക്കാനുള്ള തീരുമാനം ഇനി പാക് സൈന്യത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നതെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞ് തടിയൂരിയിരിക്കുന്നത്. അത് മറ്റെന്തിൻ്റെയോ തുടക്കമാണെന്ന് കൂടി കരുതിക്കോണം. പാകിസ്ഥാൻ രാജ്യം യുദ്ധമുഖത്തേക്ക് നീങ്ങുകയാണോ? എങ്കിൽ അതിനു മുമ്പ് രാജ്യത്തെ പട്ടിണി, സാമ്പത്തിക തകർച്ച അതെങ്ങനെ പരിഹരിക്കുമെന്ന് ജനതയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു ബാധ്യത പാക് സർക്കാരിനുണ്ട്. അതവർ നിറവേറ്റുമോ? യുദ്ധവെറിയന്മാരുടെ മനസ്സിൽ നിന്നും യുദ്ധം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. പാകിസ്ഥാനിലെ 9 കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് തിരിച്ചടി നൽകാൻ പാക് വ്യോമസേന അടക്കം വരട്ടെ എന്നാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ നിലപാട്. കോട്ടയിലെ അബ്ബാസ് തീവ്രവാദ ക്യാമ്പ്, ബോൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം, സിയാൽകോട്ട്, മുസാഫറാബാദ്, ഭീംബർ, ചക്കമ്രു, ഗുൽപൂർ എന്നിവിടങ്ങളിലെ ഭീകര ക്യാമ്പുകൾ, മുരിദ്കയിലെ എലിറ്റി ക്യാമ്പ്, ഇവ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചതും. കൃത്യമായ കോർഡിനേഷനിലൂടെ റഫേൽ വിമാനങ്ങൾ അവിടേക്ക് മിസൈൽ അയച്ച് അവയൊക്കെ തകർത്തെറിഞ്ഞതും. അല്ലാതെ പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ ആക്രമണം അയച്ചു വിട്ടിട്ടില്ല. അത് വീണ്ടും വീണ്ടും ഇന്ത്യൻ സേന ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ജെയ്ഷെ തലവൻ മസൂദ് അസറിൻ്റെ കുടുംബവും സഹായികളും ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരുന്നു. അത് കാലം കാത്തുവച്ച കാവ്യനീതിയാണ്. ഇപ്പോൾ നിയന്ത്രണ രേഖയിൽ പാക് സൈന്യം തലങ്ങും വിലങ്ങും വെടിവെക്കുകയാണ്. കഴിഞ്ഞ ദിവസം വെടിവയ്പ് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോഴത് ഷെല്ലാക്രമണത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്നാൽ ഇന്ത്യൻ സൈന്യവും കൃത്യമായി പ്രതിരോധിക്കുന്നു, തിരിച്ചടി നൽകുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വരുന്ന വിവരവും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.